ധനം, ആഡംബര ജീവിതം, സൗന്ദര്യം, ഇതുകൊണ്ടൊന്നും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. എന്നാൽ പാപത്തിൽ പശ്ചാത്തപിക്കുന്ന മനസ്സുകൾക്ക് ദൈവരാജ്യത്തൊരു സ്ഥാനമുണ്ട്, തീർച്ച തന്നെ. സ്വർഗീയ എയർ ട്രാവൽസ്. അതെ, ഈ സ്വർഗത്തിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഇവിടെ നിന്നാണോ ലഭിക്കുന്നത്? അതെ സാർ. സാറിന്റെ പേരെന്താണ്? ആ, നല്ല കഥയാണ്. എൻ്റെ പേരറിയില്ലേ? ഞാൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ്. ഈ നാട്ടിലുള്ള സകല ബിസിനസ് സ്ഥാപനങ്ങളും എൻ്റെതാണ്. സിറ്റിയിൽ 5 ബാറുകൾ, 4 തിയേറ്ററുകൾ, പിന്നെ കോടിക്കണക്കിന് രൂപയുടെ മറ്റനേകം ബിസിനസ്സുകൾ. ക്ഷമിക്കണം സാർ, സാറിന്റെ പേരിതിൽ കാണുന്നില്ലല്ലോ. എന്താ കുട്ടി മണ്ടത്തരം പറയുന്നത്? കോടീശ്വരനായി ഫ്രാൻസിസ് ഫെർണാണ്ടസിന്റെ പേര് ഈ ബുക്കിൽ ഇല്ലെന്നോ? ഒന്നുകൂടെ നോക്കൂട്ടി, നല്ലവണ്ണം നോക്കൂ. അല്ലെങ്കിൽ എന്തിനാ, ഞാൻ വിചാരിച്ചാലേ ഒരു ഫ്ലൈറ്റ് വിലയ്ക്ക് വാങ്ങി അതിലെനിക്ക് അങ്ങ് സ്വർഗത്തിൽ പോകാം. അല്ല പിന്നെ. ഹായ് കുട്ടി, എക്സ്ക്യൂസ് മീ, സ്വർഗത്തിൽ പോകാനുള്ള എയർ ടിക്കറ്റ് ഇവിടുന്നാണോ ലഭിക്കുന്നത്? അതെ, നിങ്ങളുടെ പേരെന്താ? ഓ, എന്നെ മനസ്സിലായില്ല. യു നോട്ടി. എന്റെ പേരറിയില്ലേ? ഞാനാണ് ഈ വർഷത്തെ മിസ് ഇന്ത്യ. സോറി മാഡം, താങ്കളുടെ പേര് ഈ ബുക്കിലില്ല. ഓ, എന്താ കുട്ടി പറയുന്നത്? മിസ് ഇന്ത്യ സ്വർഗത്തിൽ ആവശ്യമില്ലാന്നോ? ഓ, സ്വർഗത്തിൽ സുന്ദരന്മാർ കാണില്ല, അതുകൊണ്ട് സുന്ദരന്മാരുടെ ആവശ്യമില്ല. ഇനിയിപ്പോ പോയിട്ട് എന്താ കാര്യം? കുഞ്ഞേ, ഇവിടെയാണോ സ്വർഗത്തിലേക്ക് പോകാനുള്ള വിമാന ടിക്കറ്റ് ലഭിക്കുന്നത്? അതെ അമ്മച്ചി. അമ്മച്ചിയുടെ പേരെന്താ? എന്റെ പേര് മറിയാമ്മ. അമ്മച്ചിയുടെ പേര് കാണുന്നില്ലല്ലോ. കുഞ്ഞേ, നീ ഒന്ന് നോക്ക്, നല്ലവണ്ണം നോക്ക്. എന്റെ പേര് കാണാതെ ഇരിക്കില്ല. ഞാനേ എന്റെ പള്ളിയിലെ പ്രാർത്ഥനാ കൂട്ടത്തിന്റെ കൺവീനർ, സ്ത്രീജന സഖ്യത്തിന്റെ സെക്രട്ടറി, അയൽക്കൂട്ടത്തിന്റെ പ്രസിഡന്റ് തുടങ്ങിയ എന്തെല്ലാം സ്ഥാനങ്ങൾ ഞാൻ വഹിച്ചിട്ടുണ്ടെന്നറിയോ? കുഞ്ഞെ, നീ നോക്ക്. നല്ലവണ്ണം നോക്കി അമ്മച്ചി. അമ്മച്ചിയുടെ പേര് ഈ ബുക്കിലില്ല. ഇല്ലാന്നോ? എന്റെ കർത്താവേ, ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് സ്വർഗത്തിൽ സ്ഥാനമില്ലാന്നോ? ചുമ്മാതാണോ കർത്താവേ നിന്നെ 3 ആണിമേൽ ഇങ്ങനെ കുരിശിൽ തറച്ചത്? സ്വർഗത്തിൽ പോകാനുള്ള ടിക്കറ്റ് ഇവിടെയാണോ ലഭിക്കുന്നത്? അതെ. എന്താ പേര്? എൻ്റെ പേര് തോമാച്ചൻ. എൻ്റെ പേര് കാണാൻ സാധ്യതയില്ല. ഞാൻ പാപിയായൊരു മനുഷ്യനാണ്. ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആരെയും സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഞാൻ എൻ്റെ കഴിവിൽ അഹങ്കരിച്ച് ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഞാനിന്ന് എൻ്റെ പാപങ്ങളെക്കുറിച്ച് അനുതപിക്കുന്നു. ഞാനിന്നൊരു പുതിയ സൃഷ്ടിയാണ്. നിശ്ചയമായും ഞാനിന്ന് എല്ലാവരും സ്നേഹിക്കുന്നു. എന്നാലും പാപിയായിരുന്ന എനിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് എൻ്റെ പേര് അതിൽ കാണാൻ സാധ്യതയില്ല. സാരമില്ല. അതെ, നിങ്ങളുടെ പേര് ഈ ബുക്കിലുണ്ട്. നിങ്ങൾ സ്വർഗത്തിൽ പോകുവാൻ ഒരുങ്ങിക്കൊള്ളൂ. എൻ്റെ ദൈവമേ, അങ്ങനെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. എൻ്റെ പാപങ്ങളെ കണക്കിടാതെ എന്നെ വീണ്ടെടുത്ത് സ്വർഗരാജ്യത്തിന് അവകാശിയാക്കിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. സ്നേഹമായ ദൈവമേ, അങ്ങേക്ക് സ്തോത്രം. ബൈബിൾ ഇപ്രകാരം പറയുന്നു: നീതിമാനെന്ന് തങ്ങളെ തന്നെ ധിക്കരിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച മനുഷ്യൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. എന്നാൽ മാറത്തടിച്ചുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി കടന്നുപോയി. ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി.